ദൃശ്യം സിനിമയ്ക്കെതിരെ ഒരുപാട് പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ദൃശ്യം മോഡൽ കൊലപാതകമൊക്കെ ഉണ്ടായപ്പോഴാണെങ്കിൽ ഇപ്പോൾ പുതിയൊരു പരാതി വന്നിരിക്കുന്നു. സിനിമയിലെ നായക കഥാപാത്രം ഉപയോഗിക്കുന്ന വാഹനത്തിന്റെ നമ്പർ സംബന്ധിച്ച് കുഞ്ചിത്തണ്ണി സ്വദേശി രാജീവ് മൂന്നാർ ഡിവൈഎസ്പിക്ക് പരാതി നൽകി. തന്റെ വാഹന നമ്പർ സിനിമയിൽ ഉപയോഗിച്ചത് അനുമതിയില്ലാതെ എന്നാണ് രാജീവ് പറയുന്നത്. ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗവുമായി ബന്ധപ്പെട്ട് വളരെ വിചിത്രമായ ഒരു പരാതി ഉയരുകയാണ്. ദൃശ്യം സിനിമയിൽ നായക കഥാപാത്രമായ ജോർജ് കുട്ടി ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ നമ്പർ തൻ്റേതാണ്, അത് അനുമതി ഇല്ലാതെയാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞിത്തുണ്ണി സ്വദേശിയായിട്ടുള്ള രാജീവ് രംഗത്തെത്തിയിരിക്കുന്നത്. എപ്പോഴാണ് ഇങ്ങനെ ഒരു നമ്പർ ഉപയോഗിച്ചു, താങ്കളുടെ വാഹനത്തിൻ്റെ നമ്പറാണ് ഉപയോഗിച്ചതെന്ന് തിരിച്ചറിയുന്നത് എപ്പോഴാണ്? ആദ്യമേ വണ്ടി കൊണ്ടിട്ടെടുത്ത് ദൃശ്യമാണോ, ദൃശ്യം അനുകരിക്കുകയാണോ എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്നെ സംബന്ധിച്ചപ്പോഴാണ് എൻ്റെ വണ്ടിയുടെ നമ്പർ മോഹൻലാൽ ഉപയോഗിച്ചേക്കുന്നതെന്ന് അറിയുന്നത്. അത് കഴിഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ഒരു വക്കീൽ എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഈ വണ്ടി രാജീവിൻ്റെ പേരുള്ള വണ്ടിയാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. ഇത് ആർക്കെങ്കിലും പിന്നെ ഷൂട്ടിങ്ങിന് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞു, ഇല്ല, എൻ്റെ വണ്ടി ഞാൻ സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടി, വേറെ ആർക്കും ഉപയോഗിക്കുന്നതല്ല. അപ്പോൾ ഇങ്ങനെ ദൃശ്യ സിനിമയ്ക്കകത്ത് ഉപയോഗിക്കുന്നുണ്ടല്ലോ, രാജീവിൻ്റെ അറിവുകൂടി കൊടുക്കാൻ കൊടുത്തപ്പോൾ ഞാൻ എൻ്റെ വണ്ടി കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ സിനിമ കണ്ടപ്പം ഇതിനകത്ത് എൻ്റെ വണ്ടിയുടെ സെയിം നമ്പരാ MG ഹെക്ടർ ഉപയോഗിച്ചു. എൻ്റെ സ്കോർപ്പിയോ പുതിയ വണ്ടിയാണ്, 2023 എടുത്ത വണ്ടിയാണ്. അത് കഴിഞ്ഞ് ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു, ഇത് തന്നെ RTO ആയിട്ട് സംസാരിച്ചു. അന്നേരം പുള്ളി എന്നോട് തമാശയ്ക്ക് ചോദിച്ചതാണ്, നമ്പർ വിറ്റതാണോ എന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് എനിക്കിങ്ങനെ നിരന്തരം ചെല്ലുന്നിടത്തല്ലാതായിട്ട് ഇപ്പോൾ വണ്ടി ഞാൻ എടുത്തു പോയില്ല, കണ്ണോട് ചുമ്മാ നടക്കുക. എന്നിട്ട് ഇപ്പോൾ പരാതി കൊടുത്തു മൂന്നാർ DSPക്ക് പരാതി കൊടുത്തു. അവർ കേസെടുത്തിട്ടുണ്ട്. ഞാൻ തൊടുപുഴ ഇന്ന് ഫയൽ ചെയ്യാൻ വേണ്ടി വന്നതാണ്. മറ്റു നിയമ നടപടി സ്വീകരിക്കുന്നുണ്ടോ അഭിഭാഷകനെ കണ്ട്? സിനിമ ഇപ്പം നിർത്തിവെച്ച എൻ്റെ വണ്ടിയുടെ അത്രയും ഭാഗം കട്ട് ചെയ്ത് അവർ മാറ്റി വേറെ അവർ ഉപയോഗിച്ചു. നമുക്കതിനകത്ത് കുഴപ്പമില്ല. നമ്മുടെ വണ്ടിയുടെ ഭാഗം അവർ ചെയ്യട്ടെ. ഇത് പ്രായോഗികമാണ്. പ്രത്യേകിച്ച് സിനിമ റിലീസ് ചെയ്ത് കുറേ ദിവസങ്ങളായി എല്ലാ തിയേറ്ററുകളിലും അത് പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഈ നമ്പർ ഒഴിവാക്കാൻ വേണ്ടി സീനുകൾ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമാണോ? മറ്റെന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ? ഇത് അറിയാവുന്ന കാര്യമല്ല. നിയമം വേറൊരു നമ്പർ ക്രിയേറ്റ് ചെയ്ത് വെച്ച് ഉപയോഗിക്കുക എന്ന് പറയാൻ ഒരു നിയമപ്രശ്നമുള്ളൊരു കാര്യമാണല്ലോ. അത് ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടി തുടരാനാണ് രാജീവിൻ്റെ തീരുമാനം. തൊടുപുഴയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജെയിനസ് രാജു, മാതൃഭൂമി.